വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. സർവകലാശാല ഹോസ്റ്റലിനകത്താണ് തെളിവെടുപ്പ്. വിവരങ്ങൾ നൽകാൻ ടി അനീസ് അലി ചേരുന്നുണ്ട്. അനീസ്, എപ്പോഴാണ് പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്? എവിടെയൊക്കെ തെളിവെടുപ്പ് നടക്കുന്നുണ്ട്? എല്ലാ പ്രതികളും ഉണ്ടോ? തീർച്ചയായും ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ പ്രതികളുമായി ഹോസ്റ്റലിലേക്ക് പോലീസ് സംഘം എത്തിയത്. കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. ഇപ്പോൾ പ്രതികളെ എല്ലാവരെയും എത്തിച്ചിട്ടില്ല. മുഖ്യപ്രതി എന്ന് കരുതുന്ന സിൻജോ ജോൺസണെയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഈ സിൻജോ ജോൺസനെ എത്തിച്ചുകൊണ്ടാണ് ഹോസ്റ്റലിൽ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ആദ്യം ഈ ഹോസ്റ്റലിന് നടുമുറ്റത്ത് വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച ഇടം സിൻജോ ജോൺസനെ കാണിച്ചു. അവിടെ നിന്ന് സിൻജോ ജോൺസൺ പറഞ്ഞതനുസരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക്, അഥവാ ഈ ഹോസ്റ്റലിന്റെ 21 നമ്പർ മുറിയിലേക്ക് പോയി അവിടെ വെച്ച് ക്രൂരമായ പീഡനങ്ങൾ അരങ്ങേറിയെന്ന് സിൻജോ ജോൺസൺ അന്വേഷണ സംഘത്തോട് വിവരിച്ചു. അതിനുശേഷം ഹോസ്റ്റലിന്റെ ഡോർമിറ്ററിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചും ക്രൂരമായ പീഡനങ്ങൾ സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സിൻജോ ജോൺസൺ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ വിവരിക്കുകയാണ്. അതിനിടെ അവിടെ നിന്ന് ഒരു കേബിൾ എടുത്ത് ഡിവൈഎസ്പി സിൻജോ ജോൺസണോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് കാണാമായിരുന്നു. എന്തായാലും ഈ വയർ ഉപയോഗിച്ചുകൊണ്ട്, ഇലക്ട്രിക് വയർ ഉപയോഗിച്ച് വരെ ഈ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് എന്നും കഴുത്ത് മുറുക്കിയിട്ടുണ്ട് എന്നുമൊക്കെ ആദ്യം റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത് സംബന്ധമായ വിവരങ്ങളായിരിക്കാം ഈ പോലീസ് ഉദ്യോഗസ്ഥർ സിൻജോ ജോൺസണോട് ചോദിച്ചറിയുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ക്രൂരതകൾ അരങ്ങേറിയിട്ടുണ്ട് ഈ ഹോസ്റ്റലിൽ എന്ന് വ്യക്തമാണ്. ഇതാണ് ഇപ്പോൾ സിൻജോ ജോൺസനെ കൊണ്ട് ഈ പോലീസ് തെളിവെടുക്കുന്നതിനിടെ ഇതിന്റെ വിവരങ്ങളാണ് ചോദിച്ചറിയുന്നത്. അതിനുശേഷം ഈ ബോഡി തൂങ്ങി നിന്നിരുന്ന സിദ്ധാർത്ഥന്റെ മൃതദേഹം കണ്ടെത്തിയെന്ന് പറയുന്ന ശുചിമുറിയിലേക്ക് കൊണ്ടുപോയി ഇവിടെയും തെളിവെടുപ്പ് നടത്തി. എന്തായാലും വരും ദിവസങ്ങളിൽ ബാക്കി പ്രതികളെ കൂടി ഇവിടെ എത്തിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കൽപ്പറ്റ ഡിവൈഎസ്പി ആണ് അന്വേഷിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ വയനാട് SP ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. അതിൽ അംഗമാണ് കൽപ്പറ്റ ഡിവൈഎസ്പി. അദ്ദേഹത്തിന് തന്നെയാണ് അന്വേഷണ ചുമതല. നേരത്തെയും അദ്ദേഹം തന്നെയാണ് അന്വേഷിച്ചിരുന്നത്. ഇപ്പോൾ ആ കൽപ്പറ്റ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ സിൻജോ ജോൺസനെ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കോളേജ് ഹോസ്റ്റലിലാണ് ഇപ്പോൾ. അതായത് ഇന്ന് റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. അത് അനുസരിച്ച് ഈ നടുമുറ്റത്തടക്കം സിദ്ധാർത്ഥനെ മർദ്ദിച്ചതിന്റെ പല വിവരങ്ങളും അതിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, പലയിടങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുഖ്യപ്രതിയുമായുള്ള ഹോസ്റ്റൽ അടക്കമുള്ള തെളിവെടുപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? ഈ ക്രൂരകൃത്യത്തിന്റെ വ്യാപ്തി നേരത്തെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായിരുന്നതാണ്. ഇതിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രതിയെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ബാക്കി പ്രതികളെ കൂടി എത്തിച്ച് തെളിവെടുക്കും. ഇന്നിപ്പോ റിമാൻഡ് റിപ്പോർട്ട് വന്നപ്പോൾ അതിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്യാമ്പസിനകത്ത് ഇത് നിരന്തരം സംഭവിക്കാറുള്ളതാണ്. നേരത്തെയും ഇത് ഇങ്ങനെ തന്നെ സംഭവിച്ചു എന്ന സൂചനകളാണുള്ളത്. കാരണം ഇവിടെ ഒരു അലിഖിത നിയമമുണ്ട്. അത് ഈ കുറ്റവും വിചാരണയും ശിക്ഷ നടപ്പാക്കലും ഒക്കെ ഇവിടെ തന്നെ നടപ്പാക്കും. വിദ്യാർത്ഥികൾ തന്നെ തീരുമാനിക്കും. അത് അതിനപ്പുറത്തേക്ക് പോലീസ് അധികൃതരിലേക്കോ അല്ലെങ്കിൽ കോളേജ് അധികൃതരിലേക്കോ എത്താറില്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. വിദ്യാർത്ഥികളുടെ ഒരു സമാന്തര കോടതി പോലെ ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ. പക്ഷേ അതിന് വലിയ തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. പോലീസ് അധികാരികൾ അത് സംബന്ധമായി സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. അതേസമയം പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആൾക്കൂട്ട വിചാരണ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇത് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ആൾക്കൂട്ട വിചാരണ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നതൊഴിച്ചാൽ ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട്. അതിൽ പറയുന്നത് ഈ കേസ്, അതായത് ഒരു പെൺകുട്ടി
കൂടി ഈ സിദ്ധാർത്ഥനെതിരെ ഒരു പരാതി പറഞ്ഞത് ചോദിക്കാൻ വേണ്ടി, തീർപ്പാക്കാൻ വേണ്ടി ആണ് സിദ്ധാർത്ഥനെ എറണാകുളത്തേക്ക്, വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ എറണാകുളത്ത് വെച്ച് തിരിച്ചു വിളിക്കുന്നത്. അത് തീർപ്പാക്കുക എന്നത് ഇവിടെ ഈ ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് തന്നെയാണ് അത് ചോദ്യം ചെയ്യാറുള്ളത്. ഇങ്ങനെ ഒരു അലിഖിത നിയമം ഇവിടെ ഈ കോളേജിൽ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമായി തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അഥവാ ഈ ഒരു പരാതി വന്നാൽ, ഇങ്ങനെ എന്തെങ്കിലും ആരോപണങ്ങളോ പരാതിയോ വന്നാൽ അത് ഉന്നതാധികാരികളിലേക്കോ പോലീസിലേക്കോ മറ്റ് സംവിധാനങ്ങളിലേക്കോ എത്തിക്കുന്നതിന് പകരം നിയമം കയ്യിലെടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ തന്നെ ആൾക്കൂട്ടം കൂടി വിചാരണ ചെയ്യുകയും ചോദ്യം ചെയ്യുകയും അത് തീർപ്പാക്കുകയും, ഒത്തുതീർപ്പാവുക അല്ലെങ്കിൽ ശിക്ഷ നടപ്പാക്കുകയും, ശിക്ഷ വിധിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ട്. സിദ്ധാർത്ഥൻ ഇത് സംസാരിച്ച് തീർപ്പാക്കാനാകും എന്ന് കരുതി തിരിച്ചു വന്ന സിദ്ധാർത്ഥന് പിന്നീട് ഒരിക്കലും തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. ഈ ക്യാമ്പിനകത്ത് തന്നെ ജീവൻ നഷ്ടമായ നിലയിലാണ്. ഇപ്പോൾ ഈ തെളിവെടുപ്പിനായി വന്ന പോലീസ് സംഘത്തിൽ ആരൊക്കെയുണ്ട്? ഹോസ്റ്റലിൽ മാത്രമാണോ ഇന്ന് തെളിവെടുപ്പ് നടക്കുന്നത്? മറ്റ് സ്ഥലങ്ങളിൽ കൂടി പോലീസ് സംഘം പ്രതിയുമായി പോകുന്നുണ്ടോ? നിലവിൽ ഇപ്പോൾ ഹോസ്റ്റലിൽ മാത്രമാണ് പോലീസ് സംഘം ഉള്ളത്. ഇതിനുശേഷം പോലീസ് സംഘം ഈ സിൻജോ ജോൺസനെ എവിടേക്ക് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും കൂടുതൽ സ്ഥലങ്ങളിൽ ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ പീഡന കേന്ദ്രങ്ങളൊക്കെയും 4 സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന് പറഞ്ഞതൊക്കെയും ഹോസ്റ്റലും ഹോസ്റ്റൽ പരിസരവുമാണ്. ഈ ഹോസ്റ്റലിന് സമീപത്ത് തന്നെയാണ് ഒരു കുന്ന്, ആ കുന്നിന് മുകളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഹോസ്റ്റലിന്റെ നടുമുറ്റത്തിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. അതുപോലെ ഹോസ്റ്റലിനുള്ളിലെ 21 നമ്പർ റൂമിൽ കൊണ്ടുപോയി മർദ്ദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർമിറ്ററി, ഇതൊക്കെ ഹോസ്റ്റലിൽ തന്നെയാണ്. അതല്ലാത്ത മറ്റിടങ്ങളിൽ ഉണ്ടോ എന്ന കാര്യം ഇനി പ്രതികളിൽ നിന്ന് മൊഴിയായി ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടോ എങ്കിൽ അവിടേക്ക് കൂടി കൊണ്ടുപോയി. നിലവിൽ ഹോസ്റ്റലും ഹോസ്റ്റൽ പരിസരങ്ങളും തന്നെയാണ് ഈ തെളിവെടുപ്പിന്റെ കേന്ദ്രമായിട്ടുള്ളത്. ഈ പ്രദേശങ്ങളിൽ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ വിവരങ്ങൾ, ഇവിടെ പീഡനം നടന്നതായി നമ്മൾ പറഞ്ഞിട്ടുള്ള ഇടങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ക്രൂരമായ മർദ്ദനം ഉണ്ടായിരിക്കുന്നു. 3 ദിവസത്തോളം ഭക്ഷണം പോലും നൽകാതെ മർദ്ദനം തുടർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഈ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, വെള്ളം കഴിച്ചിട്ട് എന്ന് ഈ മരണത്തിന് ശേഷമുള്ള റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. അതിന് ഇന്നലെ കോളേജ് വിദ്യാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു വിശദീകരണം, ഭക്ഷണം സിദ്ധാർത്ഥന് ലഭിച്ചിട്ടുണ്ടായിരുന്നു, കഴിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് തങ്ങൾക്ക് അറിയില്ല എന്നാണ്. എന്തായാലും സിദ്ധാർത്ഥന് ഭക്ഷണം നൽകിയിട്ടുണ്ടായിരുന്നോ ഇല്ലേ എന്നത് ഒഴിച്ചു നിർത്തിയാൽ സിദ്ധാർത്ഥൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 3 ദിവസമായി ഭക്ഷണം ആ ശരീരത്തിൽ എത്തിയിരുന്നില്ല എന്ന് വ്യക്തമാണ്. അതിക്രൂരമായ പീഡനങ്ങൾ സിദ്ധാർത്ഥൻ നേരിട്ടിരുന്നു എന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്.